ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചെടികളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നഴ്സറി പോയപ്പോൾ ഒരു 3-4 ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതാ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ലീഫ് കണ്ടോ, ഇതിൻ്റെ ഒരു ചെടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ചെടിയെ. പിന്നെ അടുത്തത് നമ്മുടെ ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ഫിലോഡെൻഡ്രോൺ ആണ്. കാണാനും നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞി ചെടിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലീഫും നല്ല അടിപൊളിയാണ്. അതായത് ഗ്രീൻ ലീഫിൽ ഇത് കണ്ടോ, നമ്മുടെ പിങ്ക് കളർ ഷെയ്ഡ് വരുന്നുണ്ടോ, നല്ല രസമാണ്. ബുഷിയായിട്ടൊക്കെ വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 പ്ലാന്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇനി അത് നടാനായിട്ട് ഒരു 4 പോട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് നടാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിയില പോട്ടിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികളൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ നട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ കുറച്ച് മണ്ണ് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയാണ് കേട്ടോ നടുന്നത്. ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ചെടിയെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇതുപോലെ ഇടയ്ക്കൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കൊണ്ട് വയ്ക്കും. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ചെടികളൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഒരു കുഞ്ഞു ഗാർഡനൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഗാർഡൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ എനിക്കും ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചെടികൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ എൻ്റെ ചെടികളൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ടിപ്സ് വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയെല്ലാം ഞാനിവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീടിന് ചുറ്റും നല്ല വെയിലായതുകൊണ്ട് ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തും അങ്ങനെ ഒരു സൈഡിൽ നമുക്ക് ചെടി വെക്കാൻ പറ്റില്ല. അപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു ഗാർഡൻ പോലെ ഇതുപോലെ സ്റ്റാൻഡൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ചെടികളൊക്കെ വെക്കുന്നത്. പിന്നെ മുകളിൽ നമ്മൾ നെറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് വെയിലടിക്കാതിരിക്കാൻ. കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റും എല്ലാ ഭാഗത്തും നല്ല വെയിലാണ്. അപ്പോൾ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതാ ഈ ഒരു ലീഫിൻ്റെ ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുന്നില്ല. നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചെടിയൊക്കെ നട്ട് ഈ ഒരു സ്റ്റാൻഡിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു ഗാർഡൻ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.